നമ്മുടെ ഇന്നത്തെ ബ്രസീൽ പരാജയ മത്സരത്തിൽ വിനീഷ്യസിന് മാത്രമല്ല ബ്രസീൽ മൊത്തത്തിൽ നന്നായി കളിച്ചു. പക്ഷേ വിനീഷ്യസ് കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്നാമത്തെ കോസ്റ്റോറിക്കക്കെതിരെ കളിക്കുന്ന ശേഷം വിനീഷ്യസിനെ പോലത്തെ ഒരു കളിക്കാരനെ ഒരുപാട് ട്രോൾസും അവനെ കളിയാക്കലും അവൻ ഫ്ലോപ്പാണ്, രാജ്യത്തിന് വേണ്ടി കളിക്കില്ല, അങ്ങനെ ഒരുപാട് ഇത് വന്നു. ഒരുപാട് കമൻസും വീഡിയോസും അതുപോലെ തന്നെ ഒരു പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയ മുഴുവൻ വിനീഷ്യസിനെ കളിയാക്കിയിരുന്നു. പക്ഷേ ഇന്നത്തെ കളിയിലുള്ള കംബാക്ക്, കാരണം വിനീഷ്യസ് ആണെന്ന് തുടക്കം മുതൽ ഹാഫ് ടൈം വരെ വിനീഷ്യസാണ് ലീഡ് ചെയ്തിരുന്നത്. 3 ഗോൾ സ്കോർ വരുമ്പോൾ മൊത്തത്തിൽ ടീം ഒന്ന് എന്താ പറയുക അതിൻ്റെ റിലാക്സിൽ കളിക്കും. പക്ഷേ ഫസ്റ്റ് ഹാഫ് വിനീഷ്യസ് ഫുൾ തീയായിരുന്നു, ഒരു രക്ഷയുണ്ടാകുന്നില്ല, ഗംഭീര കളി. എല്ലാ വിമർശകർക്കുള്ള ഇനിയിപ്പോൾ എന്താ അവർ പറയാന്നുള്ളതാണ്. ഇപ്പോൾ അടുത്ത കളി എങ്ങനെയാണെന്നില്ല, പക്ഷേ അത് എത്ര അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ഇന്നത്തെ കളിയിൽ ഫുൾ ഡബിൾ സ്ട്രോങ്ങിൽ വിനീഷ്യസ് തിരിച്ചു വന്നു. വിനീഷ്യസ് മാത്രമല്ല ബ്രസീൽ തിരിച്ചു വന്നു. വളരെ നന്നായിട്ടാണ് ബ്രസീലിൽ നിന്ന് കളിച്ചത്. 4 ഗോൾ വന്നു, ഒരു പെനാൽറ്റി പുറത്തേക്ക് അടിച്ചു വെച്ചെങ്കിലും പക്ഷെ നന്നായി കളിച്ചു. കാരണം മൊത്തത്തിൽ ബ്രസീൽ എന്താ പറയുക, ബ്രസീലിനെ എഴുതി തള്ളാനുള്ളൊരു ടീമല്ല. ബ്രസീൽ എപ്പോഴും തിരിച്ചു വരും, കാരണം അത്ര പ്രതിഭാധനരായ കളിക്കാരുണ്ട് ബ്രസീലിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിലും ഡിഫൻസ് ആണെങ്കിലും ഹാഫ് ആണെങ്കിലും അറ്റാക്കിംഗ് സൈഡാണെങ്കിലും എല്ലാ പ്ലേയേഴ്സും ഗംഭീര പ്ലേയേഴ്സാണ്. അതുകൊണ്ട് ബ്രസീലിനെ പ്ലേയേഴ്സില്ല മോശം കളിയാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ബ്രസീൽ പോലത്തെ ഒരു ടീമിനെ ഒരിക്കലും തള്ളാൻ പാടില്ല. അവരെന്നും തിരിച്ചു വരാൻ കെൽപ്പുള്ള ടീമാണ്. എന്തായാലും ബ്രസീൽ ഇന്നത്തെ കളിയിൽ വളരെ നന്നായി കളിച്ചു, സൂപ്പർ കളിയായിരുന്നു. അറ്റാക്കിംഗ് ഫുട്ബോൾ പറഞ്ഞാൽ ജയിക്കണം എന്ന് വെച്ചിട്ട് ബ്രസീൽ കളിച്ചാണ്. അപ്പോൾ നന്നായി സ്കോറും വന്ന് കളിയും ജയിച്ചു. എന്തായാലും വിനീഷ്യസിനെ കളിയാക്കിയവർ ഇനി കുറച്ചൊന്ന് മാറിയിരിക്കുക. ഇനി അടുത്ത കളി കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വെച്ച് പറയാം. താങ്ക് യു വെരി മച്ച്.